ഓക്കെ ഗൈസ്, കഴിഞ്ഞ പാട്ട് നമ്മളവിടെ നിർത്തി. നമ്മുടെ ഷെരീഫും അതുപോലെ തന്നെ നമ്മുടെ ബൂസും എല്ലാവരും ആ കടയുടെ അകത്തോട്ട് ചാടി കയറുന്ന ഭാഗത്താണ് കഴിഞ്ഞ പാട്ട് നിർത്തിയത്. അപ്പോൾ കഴിഞ്ഞ പാട്ട് കാണാത്തവർ പോയി കാണാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബോയ് ആണെന്നുണ്ടെങ്കിൽ അവർക്കൊരു പ്ലാൻ പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നിന്ന് ഇതിനോട്ട് അതിസാഹസികമായിട്ട് ചാടാനുള്ള പ്ലാനാണ് ഇവരുടേത്. അപ്പോഴാണ് അങ്ങോട്ട് നമ്മുടെ ബോണി വരുന്നത്. ബോണിയെ കണ്ട ഉടനെ തന്നെ നമ്മുടെ ഷെരീഫാണെന്നുണ്ടെങ്കിൽ പ്ലാനും കാര്യങ്ങളൊക്കെ മറന്നേക്കാണ്. എന്നിട്ട് നേരെ ഓടിച്ചാടി പോവുകയാണ് നമ്മുടെ ഫോർക്കീനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫോർക്കിയെ കാണുന്നുണ്ട്. ഫോർക്കി ആണെന്നുണ്ടെങ്കിൽ ഒരു അലമാരയുടെ അകത്തിരിക്കുവാണ്. അങ്ങനെ ഫോർക്കി അതിസാഹസികമായിട്ട് കാണുന്നുണ്ടെങ്കിലും പക്ഷേ അവളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാബിയോട് കഥ പറഞ്ഞു കൊടുക്കുക, ഭയങ്കര തിരക്കിൽ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ബോയ് ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വന്നിട്ട് നമ്മുടെ ഷെരീഫിനെ വിളിച്ചിട്ട് നീ എന്ത് തേങ്ങയാണ് ഈ കാണിക്കുന്നത്, നമ്മളെ പ്ലാനൊക്കെ നീ മറന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്യാബിയുടെ ബോഡി ഗാർഡ്സ് അവരെ പിടിച്ച് കൊണ്ടുപോവുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ബോയ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ പുറകെ തന്നെ പോയിട്ട് അടിച്ചിടുന്നുണ്ട് ഓരോരുത്തരെയും. അങ്ങനെ നമ്മുടെ ഷെരീഫാണെന്നുണ്ടെങ്കിൽ അത് സാഹസികമായിട്ട് തന്നെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. പക്ഷേ നമ്മുടെ ഗ്യാബിയുടെ ആട്ടുംകുട്ടികളുടെ അവരുടെ കയ്യിൽ പെടുകയാണ്. അങ്ങനെ നമ്മുടെ ഷെരീഫാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് നമ്മുടെ ഗ്യാബിയുടെ ആട്ടുംകുട്ടികളെ പിടിക്കാൻ വേണ്ടി അവർ രണ്ടുപേരും കൂടി ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയമാണെന്നുണ്ടെങ്കിൽ അവരെ കാണാതെ അയക്കാണ്, അവരെ എവിടെയും കാണുന്നില്ല. അങ്ങനെ നമ്മുടെ ബോയോടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷെരീഫ് ചോറ് ചോദിക്കുകയാണ്. കാരണം അവൾ കാരണമാണല്ലോ, അതായത് നമ്മുടെ ഷെരീഫ് കാരണമാണല്ലോ അവളുടെ ആട്ടുംകുട്ടികൾ പോയത്, അതുകൊണ്ട് തന്നെ ചോറ് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബോ പറയുകയാണ് നീ മിണ്ടാണ്ട് എൻ്റെ പുറകെ വന്നാൽ മതി, നീ ഇനി ഒന്നും ചെയ്യണ്ട എന്ന് പറയുകയാണ്. അങ്ങനെ അവിടെ കട്ട് ചെയ്ത് പിന്നെ നമ്മുടെ ബൂസിനെയാണ് കാണിക്കുന്നത്. അവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ കിളവിയുടെ കയ്യിൽ നിന്ന് എങ്ങനെ, അതായത് അവരുടെ കയ്യിൽ നിന്ന് എങ്ങനെ ആ ചാവി എടുക്കും എന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത്. അപ്പം നമ്മുടെ മറ്റുള്ള ആ മുയലും കോഴിക്കുട്ടിയും കൂടി ചേർന്ന് ഒരു പ്ലാൻ പറയുകയാണ് അതെങ്ങനെ എടുക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ എന്താ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുത്തശ്ശിയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് മുത്തശ്ശിയെ നൈസായിട്ട് അങ്ങ് പേടിപ്പിച്ച് ആ മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് അത് സാഹസികമായിട്ട് തന്നെ ചാവി എടുക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ ബൂസ് പറയുകയാണ് അതൊരിക്കലും പറ്റില്ല, അത് വേണ്ട എന്ന് പറയുന്നു. അപ്പോൾ അവർ പറയുന്നുണ്ട് എങ്കിൽ വേറെ പ്ലാൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വേറെ പ്ലാൻ പറഞ്ഞു കൊടുക്കുകയാണ്. എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോൾ താഴോട്ട് വീഴുന്ന സമയത്ത് ആ ബോൾ എടുക്കാൻ വേണ്ടി നമ്മുടെ മുത്തശ്ശി കുനിയുന്ന സമയത്ത് ഇവരെ കാണുന്നു. അപ്പോൾ ഇവരാണെന്നുണ്ടെങ്കിൽ മുത്തശ്ശിയെ പേടിപ്പിച്ച് നൈസായിട്ട് ചാവി എടുക്കുന്നു. അപ്പോൾ ആ പ്ലാൻ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ബോസ് പറയുകയാണ് ഈ പ്ലാൻ ഒരിക്കലും വേണ്ട, ഈ പ്ലാൻ ഒരിക്കലും നടക്കുന്ന കാര്യമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ അവർ പറയുകയാണ് എന്നാൽ വേറൊരു പ്ലാനും കൂടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ പ്ലാൻ പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുത്തശ്ശിയാണെന്നുണ്ടെങ്കിൽ കടയൊക്കെ അടച്ച് വീട്ടിലോട്ട് പോയിട്ട് കുളിച്ച് സുന്ദരി കുട്ടിപ്പിയായി കിടന്നുറങ്ങുന്ന സമയത്ത് നൈസായിട്ട് അവരെ ഭീഷണിപ്പെടുത്തി അവരുടെ കയ്യിൽ നിന്ന് അങ്ങ് വാങ്ങിയാൽ അതെങ്ങനെയുണ്ട് പ്ലാൻ എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനത്തെ പ്ലാനൊന്നും നീ ഇനി പറയണ്ട, നീ ഇനി ഒരു തേങ്ങയും പറയണ്ട, മിണ്ടാണ്ട് അവിടെ ഇരുന്നോ എന്ന് പറയുകയാണ് നമ്മുടെ ബൂസ്. അങ്ങനെ ബൂസ് ആണെന്നുണ്ടെങ്കിൽ ഇവരുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഈ ചാവി എങ്ങനെ എടുക്കും എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുവാണ്. അങ്ങനെ അവിടെ കട്ട് ചെയ്ത് വീണ്ടും നമ്മുടെ ബോയെയാണ് കാണിക്കുന്നത്. അവളാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു മെഷീനിൽ പോയിട്ട് കണ്ട സ്വിച്ചൊക്കെ നിൽക്കുവാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ മെഷീൻ അങ്ങ് ഓപ്പൺ ആവുകയാണ്. അതിൻ്റെ അടുത്തുനിന്ന് ഒരു ടോയ് വരുന്നുണ്ട്. അപ്പോൾ ടോയിയോട് പറയുന്നുണ്ട് അയ്യോ എന്തൊക്കെയുണ്ട്, ഒരുപാട് കാലമായല്ലേ കണ്ടിട്ട് എന്ന് ചോദിക്കുവാണ്. അങ്ങനെ ആ ടോയിയോട് ചോദിക്കുന്നുണ്ട് ഇതാരാ എന്ന് ചോദിക്കുന്ന സമയത്ത് ഷെരീഫിനെ പറഞ്ഞു കൊടുക്കുകയാണ് ഇതെൻ്റെ ഒരു ഫ്രണ്ടല്ല എൻ്റെ ഒരു അസിസ്റ്റൻ്റാണ് എന്ന് പറയുവാണ്. അങ്ങനെ അവരുണ്ടായിരുന്ന ഒരു മെയിൻ കഥാപാത്രത്തിനെ കാണിക്കുകയാണ്. അവൻ്റെ പേര് ഡൂക്ക് എന്നാണ്. അതായത് നമ്മുടെ ഈ ബോയുടെ ഒരു കൂട്ടുകാരനായിരിക്കും, ഒരു ഫ്രണ്ടായിരിക്കും. അവരെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും ഇവരിങ്ങോട്ട് വന്നിട്ടുണ്ടാവുക. അങ്ങനെ വന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷെരീഫ് പറയുന്നുണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് സഹായിക്കുമോ, എൻ്റെ ഓണറിൻ്റെ ഒരു ബൊമ്മ ഇവിടെ കാണാണ്ടായിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് നിനക്ക് ഓണറൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുവാണ്. അത് അപ്പോൾ തന്നെ നമ്മുടെ ബോയ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷെരീഫിൻ്റെ വായ അങ്ങ് പൊത്തുവാണ്. പക്ഷേ ഇവന് കേട്ടിട്ടുണ്ടായിരുന്നു അതോടെ തന്നെ. അപ്പോൾ അവൻ പറയുകയാണ് എനിക്കുണ്ടായിരുന്ന ഒരു ഓണർ, അവനക്ക് എന്നെ കിട്ടിയത് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്, അവന് എന്നെ ടി വിയിൽ കാണുന്നത് പോലെയൊക്കെ ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എന്നെക്കൊണ്ട് അതിനൊന്നും പറ്റൂലായിരുന്നു. അങ്ങനെ അവൻ എന്നെ വിളിച്ചെറിഞ്ഞു, ഇപ്പം ഞാൻ അനാഥനായി മാറി എന്ന് പറഞ്ഞ് അവിടെ കരഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ബോയ് ആണെന്നുണ്ടെങ്കിൽ അവനോട് പറയുകയാണ് നീ ഞങ്ങളെ സഹായിക്കണം, നിൻ്റെ ആ കഴിവെന്താണെന്ന് നിൻ്റെ ഓണർക്ക് അറിയില്ല, ഞങ്ങൾക്കേ അറിയത്തുള്ളൂ, നീ ആരാ നീ ഒരു സൂപ്പറാണ്, നീ ഇന്നെപ്പോലെ നീ കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ റേസർ ഈ ലോകത്ത് എന്നൊക്കെ പറഞ്ഞ് വൺ മോട്ടിവേഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ബോ പറയുന്നുണ്ട് നീ ഒരു ഹീറോ ആണ്, നീ ഒരു സൂപ്പർ ഹീറോ ആണ്, നീ കഴിഞ്ഞിട്ടേ ഉള്ളൂ ലോകത്ത് വേറൊരു റേസറും, അതുപോലെ തന്നെ നിനക്ക് എത്ര ഉയരം വേണമെങ്കിലും ചാടാൻ പറ്റും, നീ അങ്ങനെ ഒന്നും തളരുന്ന ആളല്ല എന്നൊക്കെ പറഞ്ഞ് വൺ മോട്ടിവേഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡൂക്ക് വീഴുവാണ്. അങ്ങനെ ഡൂക്ക് സമ്മതിക്കുകയാണ് നിന്നെ ഓക്കെ നിന്നെ ഞങ്ങളെ സഹായിക്കാമെന്നും പറഞ്ഞ് ഡൂക്ക് ആണെന്നുണ്ടെങ്കിൽ സമ്മതിക്കുകയാണ്. ഈ സമയമാണ് നമ്മുടെ ബൂസും അതുപോലെ മറ്റുള്ള എല്ലാ ടോയ്കളും അങ്ങോട്ട് വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ബൂസിൻ്റെ കയ്യിൽ നൈസായിട്ടുള്ള ചാവിയുണ്ട്. അത് കണ്ട നമ്മുടെ ഷെരീഫാണെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ നിങ്ങൾക്ക് കിട്ടി എന്ന് ചോദിക്കുവാണ്. അപ്പോൾ നമ്മുടെ ബൂസാണെന്നുണ്ടെങ്കിൽ നൈസായിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്ത് ആലോചിക്കുന്നത് സിമ്പിളായിട്ട് അവരുടെ മുമ്പിലാണ്ട് കൊടുത്തു വെച്ചേക്കാണ്. അവിടെ ഉണ്ടായിരുന്ന അമ്മൂമ്മ അപ്പം ആണെന്നുണ്ടെങ്കിൽ ഇവർ നൈസായിട്ട് അത് എടുത്തുകൊണ്ട് വന്നേക്കാണ്. എന്നിട്ട് ഇവിടെ വന്നിട്ട് പറയുവാണ് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു ഇതെടുക്കാൻ, ഞങ്ങൾ എന്തൊക്കെ ചെയ്തിട്ട് ഇത് എടുത്തതെന്ന് അറിയാമെന്ന് പറഞ്ഞ് ഭയങ്കര തള്ളി അങ്ങ് മറിച്ചിടുവാണ്. അങ്ങനെ അവരുടെ പ്ലാൻ പ്രകാരമാണെന്നുണ്ടെങ്കിൽ അവർ അതിൻ്റെ മുകളിൽ അങ്ങോട്ട് ചാടാനുള്ള പ്ലാനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിൻ്റെ മുകളിലോട്ട് ഓരോ സാധനങ്ങൾ
സാധനങ്ങളൊക്കെ വലിച്ചു കയറുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷെരീഫ് നമ്മുടെ ബോയോട് ചോദിക്കുന്നുണ്ട്, നീ എത്ര കാലമായി ഈ കടയിൽ നിന്ന് എന്ന് ചോദിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല, ഏതായാലും കുറച്ച് വർഷമായിട്ടുണ്ടാവും, ഞാൻ ആർക്കും വേണ്ടാത്ത കുറേ പൊടി പിടിച്ചൊരു ഷോക്കേസിൽ ഇരിക്കുകയായിരുന്നു, അവസാനം എനിക്ക് എന്നെ മടുത്തപ്പോൾ ഞാൻ ഇറങ്ങിപ്പോയി എന്ന് പറയുകയാണ് നമ്മുടെ ബോ. അത് കണ്ട് കേട്ട നമ്മുടെ ഷെരീഫാണെന്നുണ്ടെങ്കിൽ നിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും ചിന്തിക്കില്ലായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ പോ പറയുകയാണ്, നീ എപ്പോഴും നിന്നെ കുറച്ചേ കാണുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പോയാണെന്നുണ്ടെങ്കിൽ അവനെ എന്തൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. ഈ സമയമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷെരീഫ് ചോദിക്കുകയാണ്, പിന്നെ ഒരിക്കലും നിനക്ക് ഒരു ഓണർ വേണമെന്ന് തോന്നിയിട്ടില്ലേ എന്ന് നമ്മുടെ പോയോട് ചോദിക്കുന്ന സമയത്ത് പോ പറയുന്നുണ്ട്, ഒരിക്കലും ഇല്ല, കാരണം പുറം ലോകത്ത് ജീവിക്കുന്ന സന്തോഷമൊന്നും ഒരിക്കലും ഒരു ഓണറും തരാൻ പറ്റില്ല. ഇനി ഇവിടുത്തെ കാർണിവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വേറെ സിറ്റിയിലോട്ട് പോകും, അവിടെ പുതിയ കാർണിവൽ, പുതിയ ജനങ്ങൾ, പുതിയ കുട്ടികളൊക്കെ ആയിട്ട് ഞാൻ അടിച്ച് വിളിച്ച് നിൽക്കും എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ ഷെരീഫ് പറയുകയാണ്, പിന്നെ അങ്ങനെ ഒന്നും ഒരിക്കലും സംഭവിക്കില്ല, കാരണം ഈ പഴയ ബൊമ്മയോട് നീ പുതിയ കഥയൊന്നും പറയാൻ നിൽക്കല്ലേ എന്ന് പറയുകയാണ് നമ്മുടെ ഷെരീഫ്. അപ്പോൾ നമ്മുടെ ബോയ് ആണെന്നുണ്ടെങ്കിൽ ഷെരീഫിനോട് ചോദിക്കുകയാണ്, അല്ല നീ അങ്ങനെ ഇതിൻ്റെ അകത്ത് എത്തിപ്പെട്ടെ എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ഷെരീഫ് പറയുകയാണ്, ഞാൻ പുറത്തുനിന്ന് നോക്കിയപ്പോൾ ജനലയിൽ നിൻ്റെ ആ ലാമ്പ് കണ്ടു, അപ്പോൾ അത് കണ്ടപ്പോൾ നീ ഇതിനകത്ത് ഉണ്ടാവുമെന്ന് വിചാരിച്ച് ഞാൻ ഫോർക്കിയും കൂടി ഇതിനകത്തോട്ട് ചാടി കയറി വന്ന് കുറേ തിരഞ്ഞു, നിന്നെ കാണാത്തതുകൊണ്ട് പോകാൻ നിൽക്കുമ്പോഴാണ് അവർ ഞങ്ങളെ പിടിച്ചതെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് അവരുടെ പുറകിൽ അടിപൊളിയായിട്ടുള്ള ഒരു സീൻ കാണിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അടിപൊളിയായിട്ടുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്, അത് സൂര്യപ്രകാശം തട്ടുന്ന സമയത്ത് കാണുന്ന തിളങ്ങുമാണ്, ഒരു അടിപൊളിയുള്ള സീനാണ്. അപ്പോൾ നമ്മുടെ പോ പറയുന്നുണ്ട്, ഈ കടയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷെരീഫ് നമ്മുടെ പോയ ഇങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ പോ പറയുവാണ്, നിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഡൂക്കിൻ്റെയും ആദ്യത്തെ ഫസ്റ്റ് ചാട്ടമായിരിക്കുമല്ലേ അല്ലേ ഇത് എന്ന് ചോദിക്കുന്ന സമയത്ത് ഡൂക്കോ ഞാൻ ചാടണോ എന്നൊക്കെ ചോദിക്കുകയാണ് നമ്മുടെ ഷെരീഫ് പോയോട് ചോദിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഡൂക്കും ഷെരീഫും കൂടി പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഡൂക്കാണെന്നുണ്ടെങ്കിൽ ഷെരീഫിന് നീ ഒന്നും പഠിക്കണ്ട, എല്ലാ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് വൺ സീനാക്കിയിട്ട് എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഷെരീഫിനാണെങ്കിൽ നൈസായിട്ട് പേടിയൊക്കെ ഉണ്ട്, എങ്കിലും നമ്മുടെ ഡൂക്ക് പറയുകയാണ്, നീ ഒരു കാര്യത്തിനും പേടിക്കണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ ഡൂക്കിന് എല്ലാവർക്കും സിഗ്നൽ കൊടുക്കുകയാണ്. നമ്മുടെ ആ ചെറിയ ബൊമ്മ അത് സിഗ്നൽ കൊടുക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇവർ സ്പീഡിൽ തന്നെ പോവുകയാണ്. അങ്ങനെ ബാക്കിലൊരു കയറൊക്കെ കെട്ടിയിട്ടുണ്ട്, സ്പീഡിൽ തന്നെ പോവുകയാണ്. സ്പീഡിൽ പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡൂക്കിൻ്റെ ഓണറുടെ മോന്ത അവിടെ കാണിക്കുകയാണ്. ഡൂക്കിന് ഓർമ്മ വരികയാണ്. അത് കണ്ട് നമ്മൾ ഡൂക്കാണെന്നുണ്ടെങ്കിൽ അയ്യോ എന്നെക്കൊണ്ട് പറ്റില്ല, എന്നെക്കൊണ്ട് ഒരിക്കലും ഇതിന് ചാടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വൺ സീനായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവരാണെന്നുണ്ടെങ്കിൽ ഡൂക്ക് പറപ്പിക്കാതെ തന്നെ നൈസായിട്ട് അങ്ങ് പറന്ന് പോവുകയാണ്. ഈ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷെരീഫ് ആണെന്നുണ്ടെങ്കിൽ അതിൽ അങ്ങ് ചാടുവാണ്, നേരെ ചെന്ന് ചാടുന്നത് ആ ജനാല അവിടെ ഉണ്ടായിരുന്ന ആ ഷോക്കേസിൽ നിന്നും അങ്ങ് പിടിക്കുകയാണ്. അങ്ങനെ പിടിക്കുന്ന സമയത്താണെങ്കിൽ ഡൂക്ക് നേരെ താഴോട്ട് പോവുകയാണ്. താഴെ അവിടെ പൂച്ച കിടക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ പൂച്ചയുടെ കയ്യിൽ നിന്ന് നമ്മുടെ ഡൂക്ക് രക്ഷപ്പെടുവാണ്. അങ്ങനെ നമ്മുടെ ഷെരീഫ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലോട്ട് ചാടി കയറുവാണ്. അവിടെ നിൽക്കുന്ന സമയം നമ്മുടെ പോയും അങ്ങോട്ട് പോവുകയാണ്. നമ്മുടെ ഷെരീഫിൻ്റെ അടുത്തോട്ട് ആ കയറിൽ തൂങ്ങിക്കൊണ്ട് അങ്ങനെ പോയിട്ട് നമ്മുടെ പോയാണെങ്കിൽ ചാവി കൊണ്ട് അത് തുറക്കുന്നത്. അങ്ങനെ തുറന്നതിന് ശേഷം അതിൻ്റെ അകത്ത് കയറിയിട്ട് നമ്മുടെ 4K കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് 4K എന്നൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. 4K സമയമാണെന്നുണ്ടെങ്കിൽ ഒരു പെട്ടിക്കകത്ത് ഒളിച്ചിരിക്കുകയാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ബൊമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ഷെരീഫ് വരുന്ന സമയത്ത് ഒളിച്ചിരിക്കണമെന്ന്, അതുകൊണ്ട് തന്നെ ഒളിച്ചിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ അകത്ത് നിന്ന് ശബ്ദമൊക്കെ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ഷെരീഫാണെങ്കിൽ നൈസായിട്ട് കണ്ടുപിടിക്കുകയാണ്. എന്നിട്ട് തുറന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ 4K പറയുന്നത് നീ എങ്ങനെ എന്നെ കണ്ടുപിടിച്ചതെന്ന് 4K ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട് അതൊക്കെ എന്ത് സിമ്പിൾ, എന്നോടാണ് നിൻ്റെ കളിയെന്നും പറഞ്ഞ് നമ്മുടെ ഷെരീഫ് അവിടെ എടുത്തുകൊണ്ട് വരികയാണ്. ഈ സമയം നമ്മുടെ ബോയ് ആണെന്നുണ്ടെങ്കിൽ പറയുവാണ് എൻ്റെ ആട്ടുംകുട്ടികൾ ഇപ്പോഴും അവരുടെ അടുത്താണ്, എനിക്ക് അവരെയും കൂടി കണ്ടുപിടിക്കണം എന്ന് പറയുവാണ്. ഈ സമയമാണ് മറ്റുള്ള ടോയ്സ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, അവിടെ ഉണ്ടായിരുന്ന ബൊമ്മകളെ കാണാനില്ല, അതായത് അവിടെ ഉണ്ടായിരുന്ന ബോഡി ഗാർഡ്സിനെ കാണാനില്ല. അപ്പോൾ ഇവരെവിടെ പോയി എന്ന് നമ്മുടെ ബോസ് ചിന്തിക്കുന്ന സമയത്താണ് അവരുടെ പുറകിൽ വന്ന് നിൽക്കുന്നത് നമ്മുടെ ആ ബോഡി ഗാർഡ്സ്. ഈ സമയം നമ്മുടെ ബോയെയും ഷെരീഫിനെയും ബോഡി ഗാർഡ്സും അവളും കൂടി വളഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സമയം തന്നെ നമ്മുടെ ബോസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ബോഡി ഗാർഡ്സിനെ മൊത്തം അടിച്ചിടുവാണ്. അങ്ങനെ അടിച്ചിടുന്ന സമയത്താണ് ഇവരുടെ കൂടെ ഇവരെ പിടിക്കുന്നത് കാണുന്നത്, അതായത് ഇവരുടെ ചുറ്റും ബോഡി ഗാർഡ്സ് നിൽക്കുന്നത് കാണുന്നത്. ഈ സമയമാണെന്നുണ്ടെങ്കിൽ ആ കയറ് പിടിച്ച് നൈസായിട്ട് അങ്ങ് വിരിക്കുകയാണ് നമ്മുടെ ബോസ്. അപ്പോൾ വിളിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷെരീഫും കൊണ്ട് പോരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഷെരീഫിൻ്റെ പുറകിലുണ്ടായിരുന്ന ആ വള്ളി ഇവർ നൈസായിട്ട് പിടിച്ച് വെച്ചേക്കാണ്. അങ്ങനെ പിടിച്ച് വെച്ചേക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷെരീഫിൻ്റെ പുറകിലുണ്ടായിരുന്ന അവൻ്റെ ആ വോയിസ് സാധനം ഉണ്ടല്ലോ അവൻ്റെ പുറകിലുണ്ടായിരുന്നത്, അത് ഇവർ വലിച്ചെടുക്കാനുള്ള ഒരു പ്ലാനാണ്. അപ്പോൾ അതിങ്ങനെ വലിച്ചെടുക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷെരീഫിൻ്റെ കയ്യിൽ നിന്ന് നൈസായിട്ട് താഴോട്ട് വീഴുവാണ് നമ്മുടെ ആ 4K. അപ്പോൾ 4K വീഴുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷെരീഫ് മറ്റുള്ള എല്ലാവരും രക്ഷിച്ചിട്ടുണ്ടായിരുന്നു, അതായത് നമ്മുടെ പോയൊക്കെ അങ്ങോട്ട് ഓൾറെഡി രക്ഷപ്പെട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ 4K മാത്രം താഴോട്ട് വീഴുവാണ്. അങ്ങനെ താഴോട്ട് വീഴുന്ന സമയത്ത് 4K രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ഷെരീഫും താഴോട്ട് ചാടുവാണ്. പക്ഷേ നമ്മുടെ പോയും കൂടി താഴോട്ട് വീഴുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും താഴോട്ട് തന്നെ ചാടി വീഴുവാണ്. അങ്ങനെ വീഴുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ പൂച്ച ഇവരെ ചാടി ഓടാൻ ശ്രമിക്കുന്നുണ്ട്, അവരെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ സമയമാണെന്നുണ്ടെങ്കിൽ ആ ചെറിയ ബൊമ്മയെ ആ പൂച്ച അങ്ങ് നൈസായിട്ട് കഴിക്കുകയാണ്. അത് കഴിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ
സമയമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ബൈക്കിൽ പോകുന്ന നമ്മുടെ ഡൂക്കാണെന്നുണ്ടെങ്കിൽ ആ പൂച്ചയുടെ ദിശ തെറ്റിച്ചിട്ട് ആ പൂച്ചേനെ പുറകെ തന്നെ ഓടിക്കുകയാണ്. ഈ സമയമാണെന്നുണ്ടെങ്കിൽ ആ പൂച്ചയുടെ മേത്തുണ്ടായിരുന്ന കയറുപയോഗിച്ച് നമ്മുടെ മറ്റേയുള്ള എല്ലാ ടോയ്സും അതുമ്പോൾ തൂങ്ങിയിരിക്കുവാണ്. അങ്ങനെ നമ്മുടെ ഡൂക്കാണെന്നുണ്ടെങ്കിൽ നേരെ പുറത്തോട്ട് കൊണ്ടുപോവാണ് പൂച്ചനെ. അപ്പോൾ ഇവരെല്ലാവരും പുറത്തോട്ട് പോവുകയാണ്. പക്ഷേ ഇപ്പോഴും നമ്മുടെ 4K മാത്രം കിട്ടിയിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ ആ ബൂസാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോണിയുടെ ബാഗ് അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബോണി അതിൻ്റെ അകത്തുണ്ട് എന്ന് കുറേ പറയാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ ബോണിയുടെ ബാഗ് അതിൻ്റെ അകത്തുണ്ട്, അതുകൊണ്ട് തന്നെ ബോണി അങ്ങോട്ട് വരും എന്ന് കുറേ പറയാൻ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ ബൂസ് നമ്മുടെ ഷെരീഫിനോട്. പക്ഷേ ഷെരീഫ് ഇതൊന്നും കേൾക്കുന്നില്ല. ഷെരീഫ് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക, എനിക്ക് അവനെ രക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പറയുകയാണ്, നീ ഞങ്ങളെല്ലാവരും ഒന്ന് നോക്ക്, ഞങ്ങളെ കൊണ്ടൊന്നും പറ്റില്ല, ഞങ്ങളില്ല, നീ ഒറ്റയ്ക്ക് വേണമെങ്കിൽ പോയിട്ട് വാ, ഞങ്ങൾ ഒരിക്കലും വരില്ല എന്ന് പറയുകയാണ്. അപ്പോൾ സമയത്ത് നമ്മുടെ ഷെരീഫ് പറയുകയാണ്, ഇല്ല നിങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല, നിങ്ങളൊക്കെ എൻ്റെ കൂടെ വരണം എന്ന് പറയുകയാണ്. ഈ സമയമാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ടോയ്സ് പറയുകയാണ്, നീ ഒറ്റയ്ക്ക് പോയിക്കോ, ഞങ്ങൾ ഒരിക്കലും വരില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഈ സമയം നിനക്ക് എന്താ ഒറ്റയ്ക്ക് പോയാൽ എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ഷെരീഫിനോട് നമ്മുടെ ചോദിക്കുന്ന സമയത്ത് ഷെരീഫ് പറയുകയാണ്, എൻ്റെ മനസ്സിൽ ഇങ്ങനെയാണ് തോന്നുന്നത്, എനിക്ക് എന്തായാലും അവനെ രക്ഷിച്ചേ പറ്റുള്ളൂ എന്ന് പറയുന്ന സമയത്ത് അപ്പം നിനക്ക് മറ്റുള്ള ടോയ്കളെ പറ്റി യാതൊരു വിചാരമില്ലേ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ അപ്പം അവൻ പറയുകയാണ്, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, എന്തായാലും ബോണിക്ക് 4K വേണം എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ പറയുകയാണ്, ബോണിക്ക് 4K അല്ല വേണ്ടത്, നിനക്ക് ബോണിയാണ് വേണ്ടത് എന്ന് പറയുന്നു. അപ്പം മറ്റുള്ളവർ പറയുകയാണ്, അപ്പോൾ എല്ലാവരും പറയണം അതെ അങ്ങനെ തന്നെയാണ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഷെരീഫ് പറയുകയാണ്, ഇതിൻ്റെ പേരാണ് വിശ്വാസം, നിന്നെപ്പോലെ ആർക്കും വേണ്ടാത്ത ഒരു ബൊമ്മയൊക്കൊന്നും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറയുകയാണ്. ഈ സമയമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പറയുകയാണ്, ഞാൻ ആരുമില്ലാത്തൊരു ബൊമ്മയൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആണെന്നുണ്ടെങ്കിൽ അവിടുന്ന് പോവുകയാണ്. എന്നിട്ട് പോയിൻ്റെ കൂടെ വരാൻ താല്പര്യമുള്ള എല്ലാവരും ആ കൂടെ തന്നെ പോവുകയാണ്. ഈ സമയം ഷെരീഫും നമ്മുടെ ബൂസും കൂടി ഒറ്റയ്ക്കാവുകയാണ്. ഈ സമയമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷെരീഫാണെന്നുണ്ടെങ്കിൽ ബൂസിനോട് പറയുകയാണ്, ഞാൻ എന്തായാലും പോവുകയാണ്, നീ എൻ്റെ കൂടെ വരുന്നുണ്ടെങ്കിൽ വായോ എന്ന് പറയുവാണ്. അപ്പോൾ നമ്മുടെ ബൂസ് പറയുന്നു, നീ ഒരിക്കലും പോകണ്ട, അവിടെ പോയ റിസ്ക്കാണ്, നമ്മുടെ ജീവൻ തന്നെ ആപത്താണ് എന്ന് പറയുന്ന സമയത്ത് ഞാൻ എന്തായാലും പോകും, എന്നെ വിശ്വസിക്കുന്ന ആരെയും ഞാൻ ഇതുവരെ കഴിവിടില്ല എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. ഈ സമയം നമ്മുടെ ബൂസ് ആണെന്നുണ്ടെങ്കിൽ അവൻ്റെ ഉള്ളിലുള്ള ആളോട് ചോദിക്കുകയാണ്, ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് വിചാരിച്ച് ചോദിക്കുന്ന സമയത്ത് അവൻ്റെ ഉള്ളിലുള്ള ആൾ പറയുകയാണ്, നീ എന്തായാലും നിൻ്റെ വീട്ടിലോട്ട് പോകുമെന്ന് പറയുകയാണ്, മിഷൻ കംപ്ലീറ്റ് എന്ന് പറയുകയാണ്. ഈ സമയമാണെന്നുണ്ടെങ്കിൽ അവന് ഓക്കെ ഞാൻ വീട്ടിലോട്ട് തന്നെ പോകാം എന്ന് പറഞ്ഞിട്ട് വീട്ടിലോട്ട് തന്നെ അവർ പോവുകയാണ്. ഈ സമയം നമ്മുടെ 4K കണ്ടുപിടിക്കാൻ നമ്മുടെ ഷെരീഫാണെന്നുണ്ടെങ്കിൽ അവിടെ മൊത്തങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ മറ്റുള്ള ആ ടോയ്സ്, അതായത് ദുഷ്ടന്മാരായിട്ടുള്ള ടോയ്സ് അവൻ്റെ മുമ്പിൽ വന്ന് പെടുന്നത്. അപ്പോൾ അവരെ കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ ഷെരീഫ് പേടിക്കുകയാണ്. കയ്യിൽ കിട്ടിയൊരു പെൻസിൽ ഉപയോഗിച്ച് നിന്നെ ഞാനിപ്പോൾ കുത്തും, വരെയൊക്കെ മാറുന്നു, എൻ്റെ അടുത്തോട്ട് വരണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാബി ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എനിക്കറിയാം നിൻ്റെ വിഷമം എന്താണെന്ന്, നിന്നെ ആൻറ്റിയെ വിട്ടിട്ട് പോയപ്പോൾ ഉണ്ടായ വിഷമം എന്താണെന്ന് എനിക്കറിയാം, ഞാനും ഇതുപോലെ ഒരു ബൊമ്മയാണ്, എനിക്ക് കുറേ വിഷമങ്ങളുണ്ട്, എന്നെ ഇതുവരെ ഒരു ആളും ഉപയോഗിച്ചിട്ടില്ല, എന്നെ ഇതുവരെ ഒരു ഓണർ കൊടുത്തിട്ടില്ല, കാരണം എനിക്ക് എൻ്റെ ഉള്ളിലുള്ള സാധനമൊക്കെ കേടാണ്, അതുകൊണ്ട് തന്നെ നിൻ്റെ സഹായം എനിക്ക് വേണം, നീ എന്തായാലും എന്നെ സഹായിച്ചേ പറ്റുള്ളൂ, നമ്മളുടെ കടമ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടിയെ സഹായിക്കലല്ലേ, ഒരു കുട്ടിയെ സന്തോഷിപ്പിക്കലല്ലേ നമ്മളെ കടമ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഷെരീഫിൻ്റെ മനസ്സ് മാറ്റുവാണ്. നമ്മുടെ ഷെരീഫിൻ്റെ മനസ്സാണെങ്കിൽ മാറുവാണ്. ഷെരീഫ് പറയുകയാണ്, നീ എന്തായാലും എനിക്ക് 4K മാത്രം താഴെ, നീ എന്നിൽ നിന്ന് വേണ്ടത് എന്താ വെച്ചാൽ നീ എടുത്തോ എന്നും കൂടി പറയുവാണ്. ഈ സമയമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോണിയുടെ അച്ഛനെ കാണിക്കുകയാണ്. മൂപ്പരാണെന്നുണ്ടെങ്കിൽ അത് സാഹസികമായിട്ട് തന്നെ വണ്ടിയുടെ പഞ്ചറൊക്കെ അടച്ച് സെറ്റപ്പാക്കി ഒക്കെ ശരിയാക്കിയേക്കാണ്. ഇപ്പോൾ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുവാണ്. ഈ സമയമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജെസ്സി പറയുകയാണ്, എവിടെ നമ്മുടെ ഷെരീഫ് എവിടെ, ഇവനെ കാണാനില്ലല്ലോ, കുറേ നേരമില്ല പോയിട്ട് എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ബൂസ് അങ്ങോട്ട് ചാടി കയറി വരുന്നത്. അങ്ങനെ ബൂസിനെ കാണുന്ന സമയത്ത് ഷെരീഫ് എവിടെയെന്ന് ചോദിക്കുന്ന സമയത്ത് അവൻ എന്തായാലും ആൻറ്റി സ്റ്റോറിൽ ഉണ്ടാവും, അവിടുന്ന് നമുക്ക് എന്തായാലും അവനെ രക്ഷിക്കണം എന്ന് പറയുന്ന സമയത്ത് മറ്റുള്ള ടോയ്സ് പറയുകയാണ്, നമ്മളെങ്ങനെ അവനെ അവിടെ നിന്ന് രക്ഷിക്കാനാണ്, നമ്മൾക്ക് രക്ഷിക്കാനൊന്നും പറ്റില്ല എന്ന് പറയുവാണ്. അപ്പം തന്നെ വണ്ടി ഫുൾ ഓൺ ആവുകയാണ്. അപ്പോൾ ഇവരാണെന്നുണ്ടെങ്കിൽ മൊത്തം ബൊമ്മകളെ പോലെ കിടക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഷെരീഫ് പറയുന്നുണ്ട്, അതല്ല നമ്മുടെ ബൂസ് പറയുന്നുണ്ട് നമ്മുടെ ജെസ്സിയോട്, എന്തായാലും ബോണിയുടെ ബാഗ് ആ ആൻറ്റി സ്റ്റോറിലുണ്ട്, അത് അവൾക്ക് ഓർമ്മ വന്ന് അവൾ അങ്ങോട്ട് പോകണം എന്ന് പറയും, അപ്പോൾ നമുക്ക് അവനെ രക്ഷിക്കാം എന്ന് പറയുകയാണ്. പക്ഷേ നമ്മുടെ ബോണിക്കാണെന്നുണ്ടെങ്കിൽ അത് ഓർമ്മയേ ഇല്ല. ബോണി പറയുകയാണ്, എല്ലാം റെഡിയാണ്, നമുക്ക് എന്തായാലും വീട്ടിലോട്ട് പോകാം എന്ന് പറയുകയാണ്. ഈ സമയമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബൂസ് ആണെന്നുണ്ടെങ്കിൽ അവൻ്റെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഉണ്ടാക്കുന്ന സമയത്ത് ബോണിയുടെ അമ്മ വന്നിട്ട് ഇതൊന്ന് നിർത്തിക്കുക എന്ന് പറയുകയാണ്. പക്ഷേ അവൾക്ക് നിർത്താനൊന്നും അറിയത്തില്ല. അപ്പോൾ അവരാണെന്നുണ്ടെങ്കിൽ അവരെ ഒരു ചോദ്യത്തിൻ്റെ അകത്തോട്ട് ഇടുന്ന സമയത്താണ് അവൻ പറയുന്നത്, നിൻ്റെ ബാഗ് ആ ആൻറ്റി സ്റ്റോറിലില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് അവൾക്ക് ഓർമ്മ വരുന്നത്, ആ ആൻറ്റി സ്റ്റോറിൽ ബാഗ് ഉണ്ടല്ലോ അല്ലേ എന്ന് ചോദിക്കുകയാണ് അവർ. അങ്ങനെ പോകുന്ന വഴിക്ക് എടുക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ ബോണിയുടെ അച്ഛനാണെന്നുണ്ടെങ്കിൽ പോകുന്ന വഴിക്ക് എടുക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈ സമയം നമ്മുടെ മറ്റുള്ള ടോയ്കളെ കാണിക്കുകയാണ്, അതായത് നമ്മുടെ ബോയെയും മറ്റുള്ള ടോയ്കളൊക്കെ കാണിക്കുകയാണ്. അപ്പോഴാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ചെറിയ ടോയ് പറയുന്നുണ്ട്, എന്തായാലും നീ അവൻ്റെ അടുത്ത് നിന്ന് പോകുന്നത് നന്നായി, അവനാണെങ്കിൽ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവനൊന്നും ഒരിക്കലും വിശ്വസിക്കും
വിശ്വസിക്കാൻ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് നമ്മൾ ബോയോട്. അപ്പോൾ ബോയ് ആണെന്നുണ്ടെങ്കിൽ ആലോചിക്കുകയാണ്. ഈ സമയമാണെന്നുണ്ടെങ്കിൽ അവർ അതിൻ്റെ അകത്തോട്ട് പോവുകയാണ്. എന്നിട്ട് ബോ പറയുന്നുണ്ട് എല്ലാവരും അതിൻ്റെ അകത്ത് ഒളിച്ചിരുന്നു, നമുക്ക് നാളെ എന്തായാലും ഇവിടുന്ന് പോകുന്ന സമയത്ത് അവിടുന്ന് പോവാമെന്ന് പറയുകയാണ്. ഈ സമയമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന ഒരു ക്യാന് അതിൻ്റെ ഉള്ളിൽ കുടുങ്ങുന്ന സമയത്ത് മറ്റുള്ള നമ്മുടെ ആ മുയലും അതുപോലെ തന്നെ കോഴിക്കുട്ടിയും പറയുന്നുണ്ട് ഞാനൊരിക്കലും വരത്തില്ല, ഇതിനകത്ത് ഇങ്ങനെ പെട്ടുപോയി കഴിഞ്ഞാൽ ആകെ അരിഞ്ഞ് ചമ്മന്തിയാവും എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ബോ പറയുന്നുണ്ട് നിങ്ങൾക്കൊന്നും പറ്റില്ല, ഞാൻ നോക്കിക്കോളാം എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ ബോയോട് വീണ്ടും ആ ചെറിയ കിളി പറയുന്നുണ്ട്, ആ ചെറിയ പക്ഷിയല്ലല്ലോ, ആ ചെറിയൊരു ബൊമ്മ പറയുന്നുണ്ട് അവനൊക്കെ വിട്ട് നന്നായി, എന്തായാലും അവനെ പറ്റി മാത്രമേ വിചാരമുള്ളൂ, അവനക്ക് നമ്മളെ പറ്റി യാതൊരു വിചാരമില്ല എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ബോ പറയുകയാണ് ഇല്ല അങ്ങനെ ഒന്നുമില്ല, അവന് നമ്മളെല്ലാം ബോണിക്ക് വേണ്ടിയിട്ടാണ് അവൻ ചെയ്യുന്നത്, അവൻ എന്തായാലും നല്ലതിനാണ് വേണ്ടി ചെയ്യുന്നത് എന്ന് പറയുന്ന സമയത്ത് ആ ചെറിയ ഇത് പറയുവാണ് അവൻ എന്തായാലും ഒരു നന്മമരമാണ്, അവനക്ക് എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കണം എന്ന് മാത്രമേ ഉള്ളൂ, അവനൊന്നും ഒരിക്കലും നമ്മളെ വിശ്വസിക്കാൻ പാടില്ല എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ബോ പറയുവാണ് എന്തായാലും അവനക്ക് എന്തായാലും നമ്മുടെ സഹായം വേണ്ടി വരും, നമ്മളെന്തായാലും അവനെ സഹായിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന വണ്ടി എടുത്ത് അവൻ്റെ അടുത്തോട്ട് പോവുകയാണ്. ഈ സമയം നമ്മുടെ ഷെരീഫിൻ്റെ അകത്തുള്ള സ്പീക്കർ മൊത്തം ഓപ്പറേഷൻ ചെയ്തെടുത്തേക്കാണ് നമ്മുടെ ഗാബി. എന്നിട്ട് ഗാബിയുടെ അകത്തോട്ട് വെച്ചിട്ട് ഗാബി ആണെങ്കിൽ അത് കേട്ട് സന്തോഷിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഷെരീഫിനോട് ടൈംസ് ഒക്കെ പറയുന്നുണ്ട് ഗാബി ഈ സമയമാണെന്നുണ്ടെങ്കിൽ ഗാബി ആണെന്നുണ്ടെങ്കിൽ അവിടുന്ന് പോകാൻ വേണ്ടി നിൽക്കുവാണ്. നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന ഫോർക്കിയോടൊക്കെ ബൈ പറയുന്നുണ്ട്, ഐ മിസ് യു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പറയുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവരാണെന്നുണ്ടെങ്കിൽ ബോണിയുടെ ബാഗിനകത്ത് കയറാനുള്ള ഒരു പ്ലാനാണ്. ബോണിയുടെ ബാഗിനെ കാണുവാണ് അവർ, അതിൻ്റെ അകത്തോട്ട് ചാടി കയറാനുള്ള ഒരു പ്ലാനാണ് നമ്മുടെ ഷെരീഫിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഫോർക്കിയുടെയും. ഈ സമയമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോർക്കി ഒരു കാര്യം കാണുവാണ്, അതായത് നമ്മുടെ ഗാബിയും അതുപോലെ തന്നെ അവൾക്ക് ഇഷ്ടമുള്ള ആ പെൺകുട്ടി ഉണ്ടല്ലോ, ആ പെൺകുട്ടിയെയും കൂടി നോക്കി നിൽക്കുവാണ്. പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഗാബിയെ കാണുവാണ്, അവളെ എടുക്കുവാണ്. അപ്പോൾ ഇതെല്ലാം നോക്കി നിൽക്കുവാണ് നമ്മുടെ ഫോർക്കി. അപ്പോൾ നമ്മുടെ ഷെരീഫിനെയും വിളിക്കുന്നുണ്ട്, ഷെരീഫും നോക്കി നിൽക്കുവാണ്, അതെല്ലാം കൺകുളിർക്ക് കാണുവാണ്. അങ്ങനെ സന്തോഷമായിട്ടുള്ള ആ മുഹൂർത്തം കൺകുളിർക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവരെല്ലാവരും. ഈ സമയമാണെന്നുണ്ടെങ്കിൽ അവളുടെ അമ്മൂമ്മ ചോദിക്കുന്നുണ്ട്, അതായത് നമ്മുടെ ആ ഗാബിയെ എടുത്ത കുട്ടിയുടെ അമ്മൂമ്മ ചോദിക്കുന്നുണ്ട് എന്താണ് അത് എന്ന് ചോദിക്കുന്ന സമയത്ത് ഇതൊരു ബൊമ്മയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നീ അത് എടുത്തോ എന്ന് പറയുകയാണ് അവളുടെ അമ്മൂമ്മ. പക്ഷേ ഇവളാണെങ്കിൽ അയ്യേ ഇതൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവിടെ ഇട്ടുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഇത് കണ്ട് നമ്മുടെ ഷെരീഫിനാണെന്നുണ്ടെങ്കിൽ സങ്കടം വരുവാണ്. അപ്പോൾ തന്നെ നമ്മുടെ ബോണി അങ്ങോട്ട് വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇവർ ഈ ബാഗിനകത്തോട്ട് ചാടി കയറി ഇരിക്കുവാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ബോണി നമ്മുടെ ഫോർക്കിയെ കാണുവാണ്. ഫോർക്കിയെ കണ്ടിട്ട് ഇവരെല്ല ബോണി സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതാ കെട്ടി എന്ന് പറഞ്ഞിട്ട്. ഈ സമയമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷെരീഫാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോർക്കിയോട് പറയുകയാണ് നീ ഒരു കാര്യം ശ്രദ്ധിക്കും, ഞാൻ അവളെ രക്ഷിക്കാം, നീ ഒരു കാര്യം ശ്രദ്ധിക്കണം, നീ നേരെ ബോസിനോട് പോയിട്ട് പറയണം നീ യന്ത്രൂഞ്ഞാലിൻ്റെ അങ്ങോട്ട് വരാൻ പറയണം അവരോടും നീ എന്തായാലും ഞാൻ അവിടെ ഉണ്ടാവും എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ ഷെരീഫാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ചാടി ഇറങ്ങുവാണ്. അങ്ങനെ ഇറങ്ങിയിട്ട് നമ്മുടെ ഗാബിയുടെ അടുത്തോട്ട് ചെല്ലുവാണ്. അത് ചെല്ലുന്ന സമയത്ത് ഗാബി പറയുന്നുണ്ട് നീ പൊയ്ക്കോ, നിനക്ക് വേണമെങ്കിൽ നീ സ്പീക്കർ എടുത്തുകൊണ്ട് പൊയ്ക്കോ, എന്നെ ഇനി ആർക്കും വേണ്ടി വരില്ല എന്ന് പറയുന്ന സമയത്ത് എന്തൊക്കെയോ പറഞ്ഞ് നമ്മുടെ ഷെരീഫാണെന്നുണ്ടെങ്കിൽ അവളെ ഉഷാറാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ സമയമാണ് നമ്മുടെ ബോ അങ്ങോട്ട് വരുന്നത്. ബോ വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷെരീഫിനോട് പറയുവാണ് അവൻ പറഞ്ഞത് ശരിയാണ് എന്ന് ഗാബിയോട് പറയുവാണ്. ഗാബിയോട് പറയുന്നുണ്ട് നമ്മുടെ നീ എന്തായാലും ബോണിയുടെ അടുത്തോട്ട് പൊക്കോ, ഷെരീഫിൻ്റെ കൂടെ പൊക്കോ, ഷെരീഫാണെന്നുണ്ടെങ്കിൽ നിന്നെ പൊന്നു പോലെ നോക്കിക്കോളും, ബോണി നിന്നെ പൊന്നു പോലെ നോക്കിക്കോളും എന്ന് പറഞ്ഞിട്ട് ബോണിയുടെ പുറകെ പോകാൻ വേണ്ടിയിട്ട് അവർ പറയുവാണ്. അങ്ങനെ ബോണിയുടെ പുറകെ തന്നെ അവർ പോകാൻ വേണ്ടി നിൽക്കുവാണ്. ഈ സമയമാണെന്നുണ്ടെങ്കിൽ ഫോർക്കി പറഞ്ഞതനുസരിച്ച് നമ്മുടെ ബൂസ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ അങ്ങോട്ട് പോകുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചിന്തിക്കുന്ന സമയത്താണ് നമ്മുടെ ജെസ്സി ഒരു കാര്യം കാണുന്നത്, അതായത് ഗൂഗിൾ മാപ്പിൻ്റെ സൗണ്ട് കേൾക്കുന്നത്. ഗൂഗിൾ മാപ്പ് അവിടെ ഇരുന്നിട്ട് ലെഫ്റ്റ് റൈറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയമാണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പ് കട്ട് ചെയ്തിട്ട് നമ്മൾ ഗൂഗിൾ മാപ്പിൻ്റെ പകരം സംസാരിച്ചുകൊണ്ടിരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു പ്ലാനാണ് ഇവരുടെ. ഈ സമയം നമ്മൾ ഷെരീഫും കൂട്ടി അത് സാഹസികമായിട്ട് തന്നെ കടലകത്തു നിന്ന് പുറത്തിറങ്ങുവാണ്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഒരു യന്ത്രൂഞ്ഞാൽ നോക്കിയിട്ട് പറയുകയാണ് നമ്മളിനി ഇങ്ങനെ രക്ഷപ്പെടും എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ നോക്കി നിൽക്കുമ്പോഴാണ് അവനക്കൊരു ഐഡിയ കിട്ടുന്നത്. ആ ഐഡിയ കിട്ടിയതിന് ശേഷം നമ്മുടെ ഡോക്കിൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് നിൽക്കുവാണ്. ഈ സമയം വീണ്ടും നമ്മുടെ ബൂസിനെയൊക്കെ കാണിക്കുകയാണ്. ബൂസിനെ കാണിക്കുന്ന സമയത്ത് ഇവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗൂഗിൾ മാപ്പൊക്കെ കട്ട് ചെയ്തിട്ട് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ട് പോകുമെന്ന് പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആജ്ഞാപിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബോണിയുടെ അച്ഛൻ പറയുന്നുണ്ട് ഇത് ഗൂഗിൾ മാപ്പാണോ അതോ മിലിറ്ററി കമാൻഡോ എന്ന് ചോദിച്ച് നിൽക്കുവാണ്. ഈ സമയം നമ്മുടെ ഡൂക്കിനെ കാണിക്കുകയാണ്. ഡൂക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ യന്ത്രൂഞ്ഞാലിൻ്റെ മുകളിലൂടെ പോയിട്ട് അപ്പുറത്തെ ബിൽഡിങ്ങിലോട്ട് ചാടാനാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഡൂക്കാണെന്നുണ്ടെങ്കിൽ അവനെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബോ പറയുന്നുണ്ട് നിന്നെ കൊണ്ട് എന്തായാലും പറ്റും, നീ എന്തായാലും ചെയ്യണം, നീ എന്തായാലും നേരത്തെ ചെയ്ത് എന്തായാലും അടിപൊളിയായിട്ടുണ്ട്, അതെന്തായാലും നീ ഫിനിഷ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് അപ്പോൾ നമ്മുടെ ഡൂക്ക് പറയുവാണ് അത് 4 അടി, ഇത് 40 അടി, ഞാൻ എങ്ങനെ അപ്പുറത്തോട്ട് പോകും എന്ന് പറയുന്ന സമയത്ത് അതെന്തായാലും നിന്നെക്കൊണ്ട് സിമ്പിളായിട്ട് പറ്റും, നിന്നെക്കൊണ്ട് എന്തായാലും പറ്റും, നീ എന്തായാലും പോ
എന്ന് പറയുകയാണ്. അങ്ങനെ ബൂസ് ആണെന്നുണ്ടെങ്കിലുള്ള കഴിവ് മൊത്തം എടുത്ത് അതിസാഹസികമായിട്ട് തന്നെ പോകാനുള്ള പ്ലാനാണ്. അങ്ങനെ അവൻ പുറകിൽ ഒരു വള്ളിയും കെട്ടി കണ്ണടച്ചുകൊണ്ട് അവന് സ്പീഡിൽ യന്ത്രൂഞ്ഞാലിൻ്റെ മുകളിലൂടെ ചാടി പോവുകയാണ്. അങ്ങനെ അവസാനം ചന്ദ്രനെ സാക്ഷിയാക്കി അവൻ അങ്ങ് പറന്നു പോവുകയാണ്. അങ്ങനെ നേരെ പോയിട്ട് അവൻ ലാൻഡ് ചെയ്യുകയാണ് അതിസാഹസികമായിട്ട് തന്നെ. അങ്ങനെ എല്ലാവരും ആ കയറുമ്പോൾ പിടിച്ച് അപ്പുറത്തോട്ട് ചാടിക്കറി പോവുകയാണ്. എല്ലാവരും നമ്മുടെ ഷെരീഫും എല്ലാവരും അങ്ങോട്ട് തന്നെ പോവുകയാണ് അപ്പുറത്തോട്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബോണിയുടെ അച്ഛനെയാണ്. ബോണിയുടെ അച്ഛനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വണ്ടിയുടെ ഫുൾ കൺട്രോൾ നമ്മുടെ ടോയ്സിൻ്റെ കയ്യിലാണ്. അങ്ങനെ മറ്റുള്ള ടോയ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടീനെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം നമ്മുടെ ഗാബി ആണെന്നുണ്ടെങ്കിൽ ഒരു കുട്ടിയെ കാണുകയാണ്. ആരുമില്ലാണ്ട് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു കുട്ടി, പേടിച്ച് വരച്ച് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു കുട്ടി. അപ്പോൾ നമ്മുടെ ഷെരീഫ് അങ്ങോട്ട് വന്നിട്ട് നീ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് നോക്കുന്ന സമയത്ത് അവർ ആ കുട്ടീനെ കാണുന്ന സമയത്ത് ഷെരീഫ് എല്ലാ കാര്യം മനസ്സിലാവുകയാണ്. അതായത് നമ്മുടെ ഗാബി ആ കുട്ടീൻ്റെ അടുത്തോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ എല്ലാ ടോയ്സിനോടും ഈ കാര്യം പറയുന്നു. എല്ലാ ടോയ്സും തന്നെ നമ്മുടെ ഗാബിയെ സഹായിക്കുകയാണ്. അങ്ങനെ അതിസാഹസികമായിട്ട് തന്നെ ആ കുട്ടിയുടെ അടുത്തോട്ട് പോവുകയാണ്. ആ കുട്ടിക്ക് ഗാബിയെ കിട്ടിയ സന്തോഷത്തിൽ കുട്ടി ഇങ്ങനെ നിൽക്കുവാണ്. പക്ഷേ അവരുടെ അച്ഛനെയും അമ്മേനെയും ഇപ്പോൾ കാണാനില്ല. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസ് വന്നിട്ട് കുട്ടിക്ക് ആ കുട്ടിയുടെ അച്ഛനെയും അമ്മേനെയും കാണിച്ചു കൊടുക്കുകയാണ്. അത് കണ്ട് സന്തോഷമായിട്ട് നിൽക്കുവാണ് നമ്മുടെ ടോയ്സ്. ഈ സമയമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി ബ്രേക്കൊക്കെ പിടിച്ച് എങ്ങനെയൊക്കെ അതിൻ്റെ അകത്തോട്ട് ചാടി കയറി വരുവാണ്. അങ്ങനെ പോലീസൊക്കെ പുറകെ വരുന്നുണ്ട്. അങ്ങനെ പോലീസ് ആ വണ്ടി നിർത്താൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയമാണെന്നുണ്ടെങ്കിൽ ഇവരെല്ലാവരും കൂടി ആ വണ്ടിയുടെ മുകളിലോട്ട് കയറുവാണ്. അങ്ങനെ കയറുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷെരീഫും അതുപോലെ തന്നെ നമ്മുടെ പോയും കൂടി നന്നായിട്ട് തന്നെ വിഷമിക്കുകയാണ്. അപ്പോൾ ഷെരീഫും വിഷമിക്കുന്നുണ്ട്, പോയും വിഷമിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ വിഷമം കാണുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചോദിക്കുന്നുണ്ട്, അതായത് നമ്മുടെ ബൂസ് ചോദിക്കുകയാണ് അവനോട്, എടാ നീ ബോണിയെ കുറിച്ച് നീ പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ നോക്കിക്കോളാം എന്ന് പറയുകയാണ്. ഇത് പറയുന്ന സമയത്ത് തന്നെ നമ്മുടെ ഷെരീഫിന് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഷെരീഫാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോയുടെ കൂടെ നിൽക്കാനുള്ള ഒരു പ്ലാനാണ്. അങ്ങനെ എല്ലാവരോടും അത് പറയുകയാണ്. അങ്ങനെ എല്ലാ സന്തോഷമായിട്ട് അവസാനിക്കുവാണ്. നമ്മുടെ ബോയ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷെരീഫിൻ്റെ കൂടെ നിൽക്കുവാണ്, ഷെരീഫ് ബോയുടെ കൂടെ നിൽക്കുവാണ്. മറ്റുള്ള ടോയ്സൊക്കെ നമ്മുടെ ബോണിയുടെ കൂടെ പോവുകയാണ്. അപ്പോൾ അങ്ങനെ കാണിച്ചിട്ടാണ് ഈ മൂവിയുടെ അവസാനിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഞാൻ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണം കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മൾ അടുത്ത മൂവി ഏതാ വേണ്ടതെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും അത് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ.